നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്ത ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങുവാണ്. The hormone stimulating acid secretion in stomach is gastrin, secretin, cholecystokinin, insulin. ഏത് ഹോർമോൺ ആണ് നമ്മുടെ സ്റ്റൊമക്കില് ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് വെക്കുന്നത്? ഇത് സിമ്പിൾ ആണ്. ഏതായിരിക്കും? ഗ്യാസ്ട്രിൻ ആണ്. ഗ്യാസ്ട്രിൻ ആണ് ഈ പറയുന്ന HCl സെക്രീഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ് എന്തിനെ? ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് HCl-നെയും പെപ്സിനോജിനെയും സെക്രേറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ അതാണ് ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്രേറ്റിൻ എന്താ ചെയ്യുന്നത്? സെക്രേറ്റിൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പറയുന്ന HCl-ന്റെയും അതേപോലെ പെപ്സിനോജിന്റെയും അളവ് കുറയ്ക്കുക. അതുകൂടാതെ സെക്രേറ്റിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്നും ബൈകാർബണേറ്റുകളെയും അതേപോലെ തന്നെ വാട്ടറിനെയും അതിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരാണ് സെക്രേറ്റിൻ എന്ന് പറയുന്നത്. കോളിയസിസ്റ്റോകൈനിൻ മെയിൻലി അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗോൾ ബ്ലാഡറും അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷൻ ആണ്. ഇൻസുലിൻ നമുക്കറിയാം അത് എന്താണ്? സ്റ്റൊമക്കിന്റെ സ്റ്റിമുലേഷൻ അല്ല, മറിച്ച് ബ്ലഡ് ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. സോ ഈ പറയുന്ന 4 ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. അടുത്തത് the Bohr effect refers to increased affinity of hemoglobin for O2 at low PCO2, decreased affinity of hemoglobin for O2 at high PCO2, CO2 binding to hemoglobin, O2 binding to hemoglobin. എന്താണ് പൊതുവെ Bohr effect എന്ന് പറയുന്നത്? എന്താണ് Bohr effect? Bohr effect ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡിക്രീസ്ഡ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ O2 അറ്റ് ഹൈ PCO2. Bohr effect എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. Bohr effect എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള CO2ഉം അതേപോലെ തന്നെ H+ ആണ്. PCO2 കുറവാകുന്നതല്ല Bohr effect പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത്. PCO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? H+ന്റെ വേരിയേഷൻ എന്ത് സംഭവിക്കുന്നു? സോ അതാണ് Bohr effect എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുമൂലം നമ്മുടെ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി കുറയുന്നുണ്ട്. സോ ഈ ഒരു എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് Bohr effect എന്ന് പറയുന്നത്. Next, cardiac muscles are characterized by cardiac muscles multinucleation ആണോ? cardiac muscles എന്ന് പറയുന്നത് uninucleated ആണ്. യൂണിനുക്ലിയേറ്റഡ് ആണ്. മൾട്ടിന്യൂക്ലിയേഷൻ അല്ലെങ്കിൽ സിൻസീഷ്യം പോലുള്ള സിൻസീഷ്യം ന്യൂക്ലിയസ് ഉള്ളത് എന്തിനകത്താണ്? സ്കെലറ്റൽ മസിൽസിലാണ്. കാർഡിയാക് മസിൽസ് അതിലല്ല. ചില സമയങ്ങളിൽ കാർഡിയാക് മസിൽസ് ബൈന്യൂക്ലിയേറ്റ് ആവാറുണ്ട്, മൾട്ടിന്യൂക്ലിയേറ്റഡ് ആവാറില്ല. അടുത്താണ് സ്ട്രേഷൻസ് ആൻഡ് ഇന്റർകലൈറ്റഡ് ഡിസ്ക്. കാർഡിയാക് മസിൽസിന്റെ അല്ലേ? അതെ. നോ മൈറ്റോകോൺഡ്രിയ റോങ് ആണ്. വോളണ്ടറി കൺട്രോളും റോങ് ആണ്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. സ്ട്രേഷൻ ആൻഡ് ഇന്റർകലൈറ്റഡ് ഡിസ്ക് ആണ് കാർഡിയാക് മസിൽസിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. സോ കാർഡിയാക് മസിൽസ് സ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇൻവോളണ്ടറി മസിൽസ് ആണ്. അതിൽ എന്താണ്? കാർഡിയാക് ഇന്റർകലൈറ്റഡ് ഡിസ്കുകൾ ഉണ്ട്. അങ്ങനെയാണ് ഇതിന് ഈ പറയുന്ന കണ്ടക്ഷനും അതേപോലെ തന്നെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഒക്കെ വരുന്നത്. നമ്മൾ പറഞ്ഞു മൾട്ടി ന്യൂക്ലിയേഷൻ സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ ആണ്. കാർഡിയാക് മസിൽസിന് ഒരുപാട് എക്സസ് ആയിട്ടുള്ള എനർജി ആവശ്യമുള്ളത് കൊണ്ട് അവിടെ മൈറ്റോകോൺഡ്രിയ അബൻഡന്റ് ആണ്. അതുകൂടാതെ അത് വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി മസിൽസ് ആണ്. നെക്സ്റ്റ്, which of the following correctly describe the process of signal transduction for steroid hormones? സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ സിഗ്നൽ ട്രാൻസ്ഡക്ഷനകത്ത് ഇത് ഏതാണ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സോ നമ്മൾ നോക്കണം, സ്റ്റിറോയിഡ് ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിൽ ലിപ്പിഡ് സോളിബിൾ ആണ് സ്റ്റിറോയിഡ് ഹോർമോണുകൾ. അതേപോലെ തന്നെ ഈ പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസിൽ വരുന്നത് ഇപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യനില് വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഫോർ കോർട്ടിക്കോയിഡ്സ്, സെക്സ് കോർട്ടിക്കോയിഡ്സ് അങ്ങനെ ചോദിച്ചാലും സെയിം ആൻസർ ആ വരുന്നത്. കാരണം സ്റ്റിറോയിഡ് ഹോർമോൺസിൽ വരുന്നതാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിലുള്ള ഹോർമോൺസ്, മിനറലോ കോർട്ടിക്കോയിഡ്സ്, അതേപോലെ തന്നെ സെക്സ് കോർട്ടിക്കോയിഡ്സ്, സെക്സ് ഹോർമോൺസ്. ഇതെല്ലാം ലിപ്പിഡ് സോലിബിൾ ആണ്. സോ അവരെങ്ങനെയാണ്? അവർക്ക് പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലേക്ക് കടന്ന് കറക്റ്റ് ആയിട്ട് ന്യൂക്ലിയസുമായിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ ജീനിനകത്താണ് അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഏതാ വരുന്നത്? ദേ ബൈൻഡ് ടു ദി സെൽ സർഫസ് റിസപ്റ്റേഴ്സ് അല്ല, സെൽ സർഫസ് റിസപ്റ്റേഴ്സും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എല്ലാം ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന
വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള ഹോർമോണുകളാണ്. ബാക്കി എല്ലാ ഹോർമോണുകളും ഈ പറയുന്ന പോലെ തന്നെ സെൽ സർഫസ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നതാണ്. They diffuse into the plasma membrane and bind to the intercellular receptors. കറക്റ്റ് ആണ്. പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇന്റർസെല്ലുലാർ റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കുക, സ്റ്റിറോയിഡ് ഹോർമോൺസ് ലിപ്പിഡ് സോലുബിൾ ആണ്. സോ അവർക്ക് പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ഈസിലി പാസ് ചെയ്യുക. അതിനുശേഷം സെല്ലിൽ എൻ്റർ ചെയ്തതിനു ശേഷം അവർ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്, അതായത് ഈ പറയുന്ന സൈറ്റോപ്ലാസ്മിക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സുമായിട്ട് അവർ ബൈൻഡ് ചെയ്യും. അങ്ങനെയുള്ള കോംപ്ലക്സ് ഡയറക്ട്ലി പിന്നെ ജീനിനകത്താണ് കൺട്രോൾ ചെയ്യുന്നത്. DNA, ന്യൂക്ലിയസിന്റെ ഉള്ളിലെ DNA ജീനിനെ കൺട്രോൾ ചെയ്യുന്നു. സോ നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ പോയിന്റ് ഇതിനകത്താണ് വരുന്നത്. പെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. അവർ ഈ പറയുന്ന പോലെ സെൽ സർഫസ് റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ചെയ്ത് സെക്കൻഡ് മെസഞ്ചേഴ്സ് വഴിയാണ് ആക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ വെസിക്കിൾ. എപ്പോഴാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് സിന്തസൈസ് ചെയ്യുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നില്ല, ഓൾറെഡി ഫോം ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഡി എന്തായിരുന്നു? ലിവർ മോഡിഫിക്കേഷൻ ഈസ് മെയിൻലി ഫോർ ബ്രേക്ക് ഡൗൺ ഓർ ഇനാക്ടിവേഷൻ, അല്ലെങ്കിൽ നോട്ട് ഫോർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ അല്ല. ലിവർ മോഡിഫിക്കേഷൻ മെയിൻലി ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഇനാക്ടിവേഷനോ ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ദ പ്രസൻസ് ഓഫ് വിച്ച് പിഗ്മെന്റ് ഇൻ റെറ്റിനാൽ ഫോട്ടോറിസപ്റ്റേഴ്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സ്കോട്ടോപിക് അല്ലെങ്കിൽ ലോ ലൈറ്റ് വിഷൻ എന്ന് പറയുന്നത്. ഐഡോപ്സിൻ, റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ, മെലാനിൻ. സിമ്പിൾ ആണ്. ആൻസർ ഏതാണ്? ഈ പറയുന്ന ലോ വിഷൻ അല്ലെങ്കിൽ ലോ ലൈറ്റ് വിഷന് ആവശ്യമായിട്ടുള്ളത് റോഡോപ്സിൻ ആണ്. ഓപ്ഷൻ ബി റോഡോപ്സിൻ. സ്കോട്ടോപിക് അല്ലെങ്കിൽ ഡിം ലൈറ്റ് വിഷൻ എന്ന് പറയുന്നത് റോഡ് സെൽസ് ആണ് അത് പെർഫോം ചെയ്യുന്നത്. റോഡ് സെൽസിലുള്ള ഒരു പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. റോഡോപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് വന്ന് ബൈൻഡ് ചെയ്യും, തട്ടുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? നൈറ്റ് വിഷൻ തരുന്നത്. അടുത്ത ഐഡോപ്സിൻ ആയിരുന്നു. അത് കോൺ പിഗ്മെന്റ് ആണ്, കളർ വിഷനിൽ വേണ്ടി. സോ ലൈറ്റ് വിഷനിൽ വരുന്നത്, ഡിം ലൈറ്റിൽ വരുന്നത് റോഡോപ്സിനും കളർ വിഷനിൽ വരുന്നത് ഐഡോപ്സിൻ ആണെന്ന് ഓർത്തിക്കുക, കൺഫ്യൂഷൻ ആവരുത്. ഫോട്ടോപ്സിൻ എന്ന് പറയുന്നതും കോൺ പിഗ്മെന്റ്സ് ആണ്. ബ്രൈറ്റ് ലൈറ്റ് വിഷനിൽ വേണ്ടിയിട്ടുള്ളതാണ് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. മെലാനിൻ നമുക്കറിയാം എന്തല്ല, ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല. സോ അത് പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിന്റെ കളറുമായിട്ട് ബന്ധപ്പെട്ട. സോ ദേ ആർ അബ്സോർബിംഗ് സ്കാറ്റേർഡ് ലൈറ്റ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ സ്റ്റേറ്റ്മെന്റ്സ് എമംഗ് ദ ഫോളോയിങ്. ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, അത് ഏതെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫൈലോജനറ്റിക് ട്രീ ഷോസ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. കറക്റ്റ് ആണ്. ഫൈലോജനറ്റിക് ട്രീ എന്ത് ചെയ്യുന്നുണ്ട്? എവല്യൂഷണറി റിലേഷൻഷിപ്സ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അലൈൻമെന്റ് ഈസ് ഫോർ ഫൈൻഡിങ് കൺസർവ്ഡ് റീജിയൻസ്. ഈ പറയുന്ന സീക്വൻസുകളിൽ കൺസർവ്ഡ് ആയിട്ടുള്ള ഓരോ സ്പീഷീസിനും അതേപോലെ കൺസർവ് ചെയ്തിട്ടിരിക്കുന്ന റീജിയൻസിനെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ പെയർ ചെയ്ത് മൾട്ടിപ്പിൾ അലൈൻമെന്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പോലെ കൺസർവ്ഡ് റീജിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ഫാസ്റ്റ ഗീവ്സ് സ്ട്രക്ചറൽ അലൈൻമെന്റ്. ഫാസ്റ്റ എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, സ്ട്രക്ചറൽ അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് മറിച്ച് എന്ത് സീക്വൻസ് ആണ്? അതൊരു സീക്വൻസ് അലൈൻമെന്റ് അല്ലെങ്കിൽ സെർച്ച് ടൂൾ ആണ്. സോ ഓപ്ഷൻ സി റോങ് ആണ്, അല്ലെങ്കിൽ 3 റോങ് ആണ്. ബയോ ഇൻഫോർമാറ്റിക് ഹെൽപ്സ് ഐഡന്റിഫൈ സീക്വൻസ് ഹോമോളജി. കറക്റ്റ്. ഈ പറയുന്ന ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സീക്വൻസ് തമ്മിലുള്ള ഹോമോലോഗിയും അതേപോലെ തന്നെ സിമിലാരിറ്റീസും മനസ്സിലാക്കാനാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1, 2, 4 ആണ്. 3 ആണ് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഏതാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 1, 2, 4. നമ്മൾ പറഞ്ഞു ഫാലോജനറ്റിക് പ്രീ എവല്യൂഷണറി റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following cells are haploid? ഇതിനകത്ത് ഹാപ്ലോയിഡ് n number of cells 46 chromosomes ആണെങ്കിൽ മനുഷ്യന്റെ കേസിൽ 23 chromosomes ഉള്ള സെല്ലുകളിൽ ഏതാണ്? സ്പെമാറ്റോഗോണിയ, ഫസ്റ്റ് പോളാർ ബോഡി, പ്രൈമറി സ്പെമാറ്റോസൈറ്റ്, സെക്കൻഡറി oocyte, സ്പെർമാറ്റിഡ്. ഏതൊക്കെയാണ്? സ്പെമാറ്റോഗോണിയ എന്ന് പറയുന്നത് തുടക്കത്തെ പാരന്റ് സെല്ലാണ്.
സ്പേംസിന്റെ പേരന്റ് സെൽ ആണ്. സോ അതെന്താണ് 2n ആണ്. അത് മൈറ്റോട്ടിക്കലി ഡിവൈഡിങ് ആയിട്ടുള്ള ജം സെൽ ആണ്. സോ ഓപ്ഷൻ 1 അല്ല. സെക്കൻഡ് വൺ ഫസ്റ്റ് പോളാർ ബോഡി. ഫസ്റ്റ് പോളാർ ബോഡി ഹാപ്ലോയിഡ് ആണ്, N ആണ്. പ്രൈമറി oocyte ഹാപ്ലോയിഡ് ആണോ? അല്ല, അത് ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും ഡിവിഷൻ സംഭവിക്കുമ്പോൾ സെക്കൻഡറി ആയിട്ട് മാറുന്നുണ്ട്. സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈമറി oocyte ആയിക്കോട്ടെ, രണ്ടും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. മിയോസിസ് 1ലേക്ക് എൻറ്റർ ചെയ്യുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈറ്റുകളാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റും പ്രൈമറി oocyteും. സോ അത് രണ്ടും ഡിപ്ലോയിഡ് ആണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഈ പ്രൈമറിയിൽ നിന്ന് ഫോം ചെയ്യുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും സെക്കൻഡറി oocyteും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. സോ സെക്കൻഡ്, ഫോർത്ത് ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റിഡ് എന്താണ്? സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേംസിന്റെ ഫോർമേഷനിലേക്ക് എത്തി. സോ സ്പെർമാറ്റിഡും എന്താണ്? ഇനിയുള്ള താഴേക്ക് വരുന്ന എല്ലാം ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റിഡ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. സോ ഇതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? 2, 4, 5 ആണ്. ആൻസർ ഏതാണ്? 2, 4, 5. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോളാർ ബോഡി ഹാപ്ലോയിഡ് ആണ്. മിയോസിസിന് ശേഷം വരുന്നതാണ്. സെക്കൻഡറി oocyteും ഹാപ്ലോയിഡ് ആണ്. അത് മിയോസിസ് 1ന് ശേഷം വരുന്നതാണ്. കാരണം മിയോസിസ് 1ന് ശേഷം വരിക എന്ന് പറഞ്ഞാൽ അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടന്നു. സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് ആണ്, കാരണം ഇത് മിയോസിസ് 2ക്ക് ശേഷം ഫോം ചെയ്തതാണ്. സോ സ്പെർമാറ്റോഗോണിയയും പ്രൈമറി സ്പെർമാറ്റോസിസ്റ്റുമാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസേർഷൻ ആൻഡ് റീസൺ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോക്കുക, അസേർഷൻ, റീസൺ രണ്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൂടാതെ ഈ റീസൺ കറക്റ്റ് ആയിട്ട് അസേർഷനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം. സോ ഫസ്റ്റ്, ക്ലാഡിസ്റ്റിക്. ക്ലാഡിസ്റ്റിക് ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഫൈലോജനറ്റിക് ട്രീസ്. ക്ലാഡിസ്റ്റിക് എന്താണ്? കറക്റ്റ് ആണ്. ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത്. റീസൺ നോക്കുക, ഇറ്റ് റിലേസ് ഓൺ ഷെയർഡ് ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സ് ആണോ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ആൻസിസ്ട്രൽ ക്യാരക്ടർ. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം, പക്ഷെ ഓർക്കുക, ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത് ഷെയർഡ് ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സിനെ അല്ല റിലേ ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനാപ്പോമോർഫിസിനെയാണ് ഇവർ റിലേ ചെയ്യുന്നത്. സോ എന്താണ്? അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. സോ നമ്മൾ പറഞ്ഞു ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവര് റിലേ ചെയ്യുന്നത് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. ഷെയർഡ് ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സിന് നമ്മൾ എന്ത് പറയുന്നു? പ്ലീസ്മോർഫീസ് എന്ന് പറയുന്നു. പ്ലീസോമോർഫീസ് എന്ന് പറയുന്നു. നമ്മൾ ക്ലാഡിസ്റ്റിക് ഗ്രൂപ്പിങ്ങിനെ യൂസ് ചെയ്യുന്നില്ല. Next, the biological species concept is based on morphological differences, geographic isolation, reproductive isolation, ecological separation. എങ്ങനെയായിരിക്കും ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സ്പീഷ്യസുകളെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സിമ്പിൾ, ഓപ്ഷൻ സി ആണ്. റിപ്രൊഡക്റ്റീവ് ഐസൊലേഷന്റെ ബേസിസിലാണ്. ഓപ്ഷൻ സി ആണ്, റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ്. ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പീഷ്യസിന് എന്ത് ചെയ്യാൻ? ഇന്റർബ്രീഡ് ചെയ്യാനുള്ളതും ഓസ്പ്രിങ്സിനെ, ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളതിനെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പീഷ്യസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് വേണം? റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വേണം. മോർഫോളജിക്കൽ ഡിഫറൻസ് മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റിനാണ്. ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ എന്തിന്റെ ഫാക്ടർ ആണ്? സ്പീസിയേഷന്റെ ഫാക്ടർ ആണ്, അല്ലാതെ മെയിൻ ഫാക്ടർ അല്ല. ഇക്കോളജിക്കൽ എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് ആണ്. ഇവിടെ ബയോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് ഇവിടെ റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വരുന്നത്. RFLP സ്റ്റാൻഡ് ഫോർ സിമ്പിൾ, RIPD, RFLP. സോ അങ്ങനെയുള്ളതിന്റെ എന്താണ്? എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ അതിനെ എലോങ്ങേറ്റ് ചെയ്യാൻ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. റാൻഡം ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, റിപ്പീറ്റേറ്റീവ് ഫ്രെയിം ലൈൻ പ്രൊജക്ഷൻ, റൈബോസോമൽ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. സിമ്പിൾ ആയിരുന്നു. എന്താണ്? റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ് RFLP എന്ന് പറയുന്നത്. ഈ RFLP എന്തിനു വേണ്ടിയതാണ്? DNA കട്ട് യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. നമ്മൾ DNA റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്ത് അതിലുള്ള വേരിയേഷൻ
അങ്ങനെയുള്ള അവിടെ എന്ത് വരുന്നുണ്ട്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസും കട്ട് ചെയ്തത് ഓരോ ലെങ്തിലായിരിക്കും. ആ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് വേരിയേഷൻ ഏതെങ്കിലും റെസ്ട്രിക്ഷൻ സൈറ്റിന്റെ മ്യൂട്ടേഷൻ കാരണമാണ്. സോ അങ്ങനെയുള്ള ആ രീതിയിൽ നമുക്ക് DNA ഫിംഗർ പ്രിന്റിങ്ങിനും ജനറ്റിക് മാപ്പിംഗിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നതാണ് RFLP എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? RFLP എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.